ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളലിന് മുന്നോടിയായുള്ള എരുമേലി ചന്ദനക്കുടം മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. 6:15 നടക്കുന്ന ചന്ദനക്കുടം ഘോഷയാത്ര മന്ത്രി വി.എൻ. വാസവൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. പൊതുസമ്മേളനം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ജമാഅത്ത് പ്രസിഡന്റ് പി.എ. ഇർഷാദ് അധ്യക്ഷത വഹിക്കും. എരുമേലിയിൽ നിന്ന് ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ടോബി, മതസൗഹാർദ്ദത്തിന്റെ ഒരു കാഴ്ച, ഒരു വിളനിലമാണ്, ഒരിടം, പ്രത്യേക ഒരു സ്ഥലം കൂടിയാണ് ഈ എരുമേലി എന്ന് പറയുന്നത്. അവിടുത്തെ ആഘോഷങ്ങൾ, ഇനി അടുത്ത ദിവസത്തെ തിരുവാഭരണ ഘോഷയാത്ര, പേട്ടതുള്ളൽ, ഇതിനൊക്കെ തുടക്കമായി ചന്ദനക്കുടം, അതിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ്, ക്രമീകരണങ്ങൾ? തീർച്ചയായിട്ടും ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ എല്ലാം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. ഇനി മണിക്കൂറുകൾ മാത്രമേ ചന്ദനക്കുട ഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ളൂ. അത് മന്ത്രി വി.എൻ. വാസവൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടാതെ ദേവസ്വം മന്ത്രി അടക്കം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സാഹചര്യവും ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഈ ചന്ദ്രക്കുട ഘോഷയാത്ര 7 മണിയോടുകൂടി പുറപ്പെടും. വിവിധ മേഖലകളിലൂടെ കറങ്ങി സ്വീകരണം ഏറ്റുവാങ്ങി ഈ വാവൽപ്പള്ളിയിലേക്ക് അവസാനം തിരിച്ചെത്തുന്നതോടുകൂടിയാണ് ചടങ്ങുകൾ അവസാനിക്കാതെ. അത് രാത്രി പുലർച്ചെ 2 മണിയോടുകൂടിയേ ആ ചടങ്ങുകൾ തീരുകയുള്ളൂ. അതിനുശേഷമാണ് പേട്ടതുള്ളൽ എന്ന് പറയുന്ന ആ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ചടങ്ങിലേക്ക് എരുമേലി കടക്കുക. അതിനോടകം തന്നെ നിരവധി അയ്യപ്പ ഭക്തർ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് പേട്ടതുള്ളലിന് വേണ്ടി ഈ മണ്ഡലകാലം, മകരവിളക്ക് കാലം തുടങ്ങിയപ്പോൾ മുതൽ ഇവിടേക്ക് എത്തുന്നത്. അതിന്റെ നാളെ പേട്ടതുള്ളൽ നടക്കാനിരിക്കെ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് എരുമേലിയിലേക്ക് എത്തുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. അതിന്റെ ഭാഗമായി എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ചന്ദ്രക്കുട ഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ചന്ദ്രക്കുട ഘോഷയാത്രയുടെ മുന്നോടിയായിട്ടുള്ള ഒരു മതമൈത്രി സംഗമം ഇപ്പോൾ ഈ വാവൽപ്പള്ളിക്ക് സമീപമുള്ള ഓഡിറ്റോറിയത്തിൽ നടക്കുന്നുണ്ട്. അവിടെ വിവിധ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുണ്ട്. ഒപ്പം തന്നെ അമ്പലപ്പുഴ സംഘത്തിന്റെ പ്രതിനിധികൾ എരുമേലിയിലെത്തിയിരുന്നു. അവരും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ മതമൈത്രിയുടെ ഒരു സംഗമ ഭൂമിയായ എരുമേലിയിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ശരി ടോബി, ഏതായാലും എരുമേലിയിൽ ആഘോഷമാണ്. നാളെ അവിടെ പേട്ടതുള്ളൽ നടക്കുന്നു. അതിന് മുന്നോടിയായി ഇന്ന് ചന്ദനക്കുട ഘോഷയാത്ര, ഇത് രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് അവിടെ നടക്കുവാൻ പോകുന്നത്. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.